കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. രണ്ടാം പ്രതി അനിതകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണം തൃപ്തികരമല്ല എന്ന കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിലായിരുന്നു കൂടുതൽ അന്വേഷണത്തിന് പോലീസ് കോടതിയെ സമീപിച്ചത്. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ, ഇതിൽ തുടരന്വേഷണത്തിന്റെ സാഹചര്യം എന്താണ്? കോടതി എന്താണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്? വിജയകുമാർ, ഈ ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉണ്ട് എന്ന ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഈ കുട്ടിയുടെ പിതാവ് ഒരു പരാമർശം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ക്രൈംബ്രാഞ്ച് തന്നെയാണ് കോടതിയെ സമീപിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഇത്തരമൊരു ആവശ്യവുമായി കോടതിയെ സമീപിച്ചത് എന്നുള്ള ഒരു വിരോധാഭാസം കൂടി ഇപ്പോഴുണ്ട്. എന്തായാലും കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് 10 ദിവസത്തെ സമയമാണ് ക്രൈംബ്രാഞ്ചിന് അനുവദിച്ചു നൽകിയിരിക്കുന്നത്. ഈ കേസിൽ ആദ്യമായി ഈ കുട്ടിയുടെ പിതാവിന്റെ മൊഴി വീണ്ടും എടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടുള്ളത്. കാരണം ഇത്തരം പരാമർശം നടത്താനുള്ള സാഹചര്യം എന്താണ്, അത്തരം സംശയങ്ങൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇത്തരത്തിൽ പരാതിയില്ല എന്നുള്ളതാണ് നിലവിൽ ഈ പിതാവ് തന്നെ പറയുന്നത്. പക്ഷേ ഈ ചാനൽ എന്തിന് ഇത്തരത്തിൽ കൊടുത്തുവെന്ന് എനിക്ക് അറിയില്ല എന്ന പരാമർശം കൂടി പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. ചില ആശയക്കുഴപ്പങ്ങൾ ഈ കേസിൽ നിലവിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് 1ഉം 2ഉം പ്രതികൾ ജാമ്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിൽ രണ്ടാം പ്രതി അനിതകുമാരിക്ക് കൂടി ഇന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കേസിലെ 3ആം പ്രതിക്ക് അനിതകുമാരിക്ക് ജാമ്യം കോടതി കൊടുക്കുകയും ചെയ്തിരുന്നു. അരുൺ, ഇത് ADGP എം ആർ അജിത് കുമാറിനെതിരായ സമീപ ദിവസങ്ങളിലുണ്ടായ ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കേസ് വീണ്ടും ചർച്ചയായിരുന്നു. അതൊക്കെ ഈ തുടരന്വേഷണ ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഈ ഘട്ടത്തിൽ കോടതി പരിശോധിച്ചിട്ടുണ്ടാകുമോ? ഈ ADGP എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടായ വിവാദങ്ങൾ, അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പരാമർശം, ഇത്തരമൊരു ആരോപണമടക്കം ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് ഈ കേസിൽ നേരിട്ട് അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് ADGP എം ആർ അജിത് കുമാറിനായിരുന്നു. ഈ കേസിൽ ചിലരെ സംരക്ഷിക്കാൻ അജിത് കുമാർ ശ്രമിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചാണ് ഈ കോടതിയെ ഈ ചാനൽ ഈ കുട്ടിയുടെ പിതാവിനെ സമീപിച്ചത്. അന്ന് ഈ കുട്ടിയുടെ പിതാവ് ഈ ചാനൽ ലേഖനവുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഈ പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ പിതാവ് ഇപ്പോഴും പറയുന്നത് തനിക്ക് അന്വേഷണത്തിൽ പരിപൂർണ്ണ തൃപ്തിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ചാനൽ ഈ വാർത്ത വന്നതിന്റെ പിന്നാലെയാണ് ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ തന്നെ സമീപിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ തങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പറയുന്ന വാദം. ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വിജയകുമാർ, ഒരു തരത്തിൽ അസാധാരണ നടപടി തന്നെയാണ്. അന്വേഷണം തൃപ്തികരമല്ലെന്ന കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തു നിന്ന്.